നമസ്കാരം. ലോകത്തിന് മുൻപിൽ ശക്തി തെളിയിക്കണമെങ്കിൽ പക്കലുള്ള ആയുധങ്ങളുടെ കണക്ക് പറയേണ്ട കാലമാണിത്. പഹൽഗാം ഭീകരാക്രമണവും ശേഷമുണ്ടായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറും ശക്തിപ്രതാപം വിളിച്ചോതാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി. സൈലന്റായി നിന്ന ഇന്ത്യ എത്രത്തോളം ശക്തമാണ്, സജ്ജമാണ് എന്നറിയാനുള്ള വേദി കൂടിയായി. പാകിസ്ഥാന് കവചമൊരുക്കിയ ചൈനീസ് ആയുധങ്ങൾ അവരുടെ കളിക്കോപ്പുകളുടെ നിലവാരം പോലും കാണിക്കാതെ വീണുടങ്ങിയതും, ആ നാണക്കേട് മറയ്ക്കാൻ മദർഷിപ്പ് ഡ്രോണിന്റെ പ്രഖ്യാപനം വന്നതും, അതിൽ അരിശം പൂണ്ട അമേരിക്കയുടെ ഗോൾഡൻ ഡോം പ്രഖ്യാപനവും തികച്ചും യാദൃച്ഛികം മാത്രം എന്ന് പറയാനാകില്ല. എന്തായാലും ലോകം കൂടുതൽ മികച്ച വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്ക് അതിവേഗം കുതിച്ചുയരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത മിസൈലുകളും വൻ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ പ്രധാന സൂചകമായി കാണുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിലൂടെ 100-ലധികം ഭീകരരെ വധിച്ച വ്യോമ മേധാവിത്വം ഇന്ത്യ തെളിയിച്ചു. എന്നാൽ ലോകത്ത് അതിലും വേഗതയേറിയ മിസൈലുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തവും വേഗതയേറിയതുമായ മിസൈലുകളിൽ ഒന്നാണ് റഷ്യ വികസിപ്പിച്ചെടുത്ത അവാൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. 2002 ABM ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടെയാണ് റഷ്യ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2018 മാർച്ച് 1 റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അനാച്ഛാദനം ചെയ്ത 6 പുതിയ റഷ്യൻ തന്ത്രപരമായ ആയുധങ്ങളിലൊന്നാണ് അവാൻഗാർഡ്. പുതിയ തലമുറ ആയുധങ്ങളുടെയും തുളച്ചു കയറാൻ കഴിയുന്ന US മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും US വികസനത്തോടുള്ള പ്രതികരണമാണിതെന്നുമാണ് പുടിൻ അഭിപ്രായപ്പെട്ടിരുന്നത്. പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈൽ വാർഹെഡുകളിൽ നിന്ന് HGVകൾ അഥവാ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളെ വ്യത്യസ്തമാക്കുന്നത് താഴ്ന്ന ഉയരങ്ങളിൽ കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് കൊണ്ടാണ്. അവാൻഗാർഡ് ഗ്ലൈഡ് വാഹനം റോക്കറ്റിൽ നിന്ന് വേർപെടുകയും ശബ്ദത്തിന്റെ 27 മടങ്ങ് ഹൈപ്പർസോണിക് വേഗതയിൽ റോക്കറ്റിന്റെ പാതയ്ക്ക് പുറത്ത് സഞ്ചരിക്കാൻ കഴിയുമെന്നും റഷ്യൻ പ്രസിഡന്റ് പറയുകയുണ്ടായി. 2019 റഷ്യ തങ്ങളുടെ ആദ്യത്തെ അവാൻഗാർഡ് സജ്ജീകരിച്ച മിസൈൽ അതേ ഒറൻബർഗ് സൗകര്യത്തിൽ സ്ഥാപിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ മിസൈലുകളിൽ ഏറ്റവും കരുത്തുറ്റതും ലോകത്തിലെ ഏറ്റവും നശീകരണ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് കരുതപ്പെടുന്നതുമായ മിസൈലാണ് സാർമാറ്റ്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് മിസൈൽ വിജയകരമായി നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. റഷ്യ തങ്ങളുടെ ദീർഘദൂര മിസൈലുകളിൽ പലതും പരീക്ഷിക്കുന്നത് പ്ലസെറ്റ്സ്കിലെ സീലോയിൽ നിന്നാണ്. മോസ്കോയിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് പ്ലസെറ്റ്സ്ക സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി നടത്തിയ പരീക്ഷണത്തിൽ റഷ്യയിലെ കംചട്ക മേഖലയിലെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് വിജയകരമായി സ്ട്രൈക്ക് നടത്താൻ സാർമാറ്റിന് സാധിച്ചിരുന്നു. വിക്ഷേപണ സ്ഥലത്ത് നിന്ന് 6000 കിലോമീറ്റർ അകലെയാണ് കംചട്ക. 18,000 കിലോമീറ്റർ ആക്രമണ റേഞ്ചുള്ള സാർമാറ്റ് മിസൈലിന് 10 ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുണ്ട്. 10 ടണ്ണോളമാണ് ഇതിന്റെ മൊത്ത വാഹക ശേഷി. ആണവായുധങ്ങൾ കൂടാതെ റഷ്യയുടെ കയ്യിലെ അതിവിനാശ ബോംബുകളായ തെർമോബാറിക് ബോംബുകൾ, അതുപോലെ തന്നെ രാസായുധങ്ങൾ തുടങ്ങിയവയും വഹിക്കാൻ സാർമാറ്റിന് കഴിയും. സാത്താൻ 2 എന്ന പേരിലാണ് അവർ ഈ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത്. ഈ മിസൈലിന് മുൻപുണ്ടായിരുന്ന R-36 വോട്ടോവ ക്ലാസ്സിലുള്ള മിസൈലുകളുമായാണ് സാത്താൻ എന്ന ലോകം വിളിച്ചിരുന്നത്. അമേരിക്കയുടെ വിഖ്യാത ICBM അഥവാ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായ LGM-30 മിനിറ്റ്മാനെ എല്ലാ രീതിയിലും നിഷ്പ്രഭമാക്കുന്ന മിസൈലാണ് സാർമാറ്റ് എന്നും യുദ്ധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. 200 ടണ്ണാണ് സാർമാറ്റ് മിസൈലിന്റെ മൊത്തം ഭാരം. 35.3 മീറ്റർ നീളവും 3 മീറ്റർ വ്യാസവുമുള്ള മിസൈൽ 3 സ്റ്റേജിലുള്ള ഇന്ധന പ്രവർത്തനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആയുധശേഷി കൊണ്ടും അതിന്റെ കച്ചവടം കൊണ്ടും ശക്തരാകുന്ന രാജ്യങ്ങളിൽ ഒട്ടും തന്നെ പിന്നിലല്ല നമ്മുടെ ഇന്ത്യയും. റഷ്യൻ നിർമ്മിത S-400 പോലുള്ള വമ്പന്മാർ കയ്യിലുള്ള ഇന്ത്യക്കായി കൂടുതൽ വമ്പന്മാരെ കളത്തിലിറക്കാനുള്ള പണിപ്പുരയിലാണ് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന DRDO. അതീവ രഹസ്യമായി ഒരുങ്ങുന്ന ഇത്തരത്തിലുള്ള വമ്പന്മാർ തന്നെയാണ് നമ്മുടെ എതിരാളികളുടെ ചിന്തകളെ പോലും കബളിപ്പിക്കുന്നത്.